എല്ലാ കൂട്ടുകാർക്കും ചുറ്റുപാത്രം കുക്കിംഗ് ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു പച്ചമാങ്ങ ജ്യൂസാണ് കാണിക്കാൻ പോകുന്നത്. ഇപ്പോൾ മാങ്ങയുടെ സീസൺ ആയതുകൊണ്ട് തന്നെയാണ് ഞാനിത് ചെയ്യാമെന്ന് വിചാരിച്ചത്. ഞാൻ മിക്കവാറും വീട്ടിൽ ഉണ്ടാക്കാറുള്ളൊരു ജ്യൂസാണിത്. അപ്പോൾ ഇത് ടേസ്റ്റിയാണ്. നമ്മുടെ ഈ ചൂട് കാലത്ത് നമ്മുടെ ഉള്ളിലെ ചൂടിനെ കുറയ്ക്കാനും ഇത് വളരെയധികം ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തു വച്ചിരിക്കുന്നത് ഏകദേശം ഒരു 1 മുതൽ 1.25 കപ്പ് വരെ അളവിൽ പച്ചമാങ്ങ എടുത്തു കഴിഞ്ഞാലുള്ള അളവാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ അതിൽ കൂടുതൽ എടുക്കുന്നുണ്ടെങ്കിൽ ഈ അളവിലൊക്കെ കുറച്ച് മാറ്റങ്ങൾ വരുത്തി ചെയ്തോളൂ. കുറവാണ് എടുക്കുന്നതെങ്കിൽ അതനുസരിച്ച് മറ്റുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ അളവിലും കുറവ് വരുത്തണം. അപ്പം ഞാനൊരു മീഡിയം, വലിയതല്ല, അതിനെക്കാട്ടിലും ഒരു മീഡിയം സൈസ് എന്ന് പറയാം, അത്രയുള്ള 2 മാങ്ങയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അരിഞ്ഞു വന്നപ്പോൾ അതൊരു 1.25 കപ്പോളം ഉണ്ടായിരുന്നു. അതിലേക്ക് ഇതുപോലുള്ള 2 പീസ് ഇഞ്ചി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു പച്ചമുളക് എരിവ് അനുസരിച്ചിട്ട് നിങ്ങൾ കൂട്ടേ കുറയ്ക്ക് ചെയ്തോളൂ. ഇതിന് ഒരുപാട് പച്ചമുളക് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എരിഞ്ഞിട്ട് കുടിക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു ലൈറ്റായിട്ടുള്ളൊരു എരിവാണ് ഇതിന് വേണ്ടത്. അപ്പോൾ ഒരുപാട് എരിവുള്ള മുളക് ചേർക്കാണ്ടിരിക്കുക. പിന്നെ വേണ്ടത് 1/2 കപ്പ് പഞ്ചസാരയാണ്. അപ്പോൾ ഇത്രയും അളവിന് അര കപ്പ് പഞ്ചസാര കറക്റ്റായിരിക്കും. ഇതിൽ കൂടുതൽ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ പഞ്ചസാരയുടെ അളവ് കൂട്ടി കൊടുക്കണം. അതുപോലെ തന്നെ ഇതിനകത്തേക്ക് നാരങ്ങയുടെ ഒരു കഷ്ണം കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലുള്ളൊരു കുഞ്ഞ് പീസ് തൊണ്ടോട് കൂടിയിട്ട് നമ്മൾ ഇതിൻ്റെ കൂടെ അരച്ചിട്ട് എടുക്കണം. ഇത് ഇഷ്ടമില്ലാത്തവർ ഇത് ഒഴിവാക്കിക്കോളൂ. ഇത് ഇത്രയും മാത്രം ചേർത്തിട്ട് അരച്ചാൽ മതി. അപ്പോൾ ഞാനിതും കൂടി ചേർത്തിട്ടാണ് അരയ്ക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ പഞ്ചസാരേനെ ഒന്ന് പൊടിച്ചെടുക്കാം. അതിന് ശേഷം നമുക്ക് മാങ്ങ അരച്ചെടുക്കാം. പഞ്ചസാര ഇതാ പൊടിച്ചെടുത്തിട്ടുണ്ട്. പഞ്ചസാര പൊടിച്ച ഉടനെ തന്നെ തുറക്കെടുത്തിട്ട് അതിനകത്ത് നിന്ന് ആ വൈറ്റ് കളറുള്ള പുക ഇങ്ങനെ പുറത്തേക്ക് വരും. അപ്പോൾ അലർജി ഉള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാവും. ഇതിനകത്തേക്ക് ഞാൻ ഈ മാങ്ങയും ഇഞ്ചിയും പച്ചമുളകും പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത് പുതിനയുടെ ഇലയാണ്. ഇത് നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് ഇട്ടോളൂ. ഞാനിപ്പോൾ ഇവിടെ ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണാണ് എടുത്തിരിക്കുന്നത്. ഇതുപോലെ കൈ പിടിക്കുന്ന രീതിയിലാണ് എടുത്തിരിക്കുന്നത്. അതും കൂടി ചേർത്ത് കൊടുക്കുക. കുറച്ച് വെള്ളം, ഒരു 1/2 കപ്പ് വെള്ളത്തോളം ഞാനിപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിനൊന്ന് അരച്ചതിന് ശേഷം നമുക്ക് വെള്ളം ആവശ്യമനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം. ഞാനത് അരച്ചെടുത്തു. അതിനകത്തേക്ക് ഞാൻ 1/2 കപ്പും കൂടിയും വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് തണുപ്പ് ഇഷ്ടമുള്ളവരാണെങ്കിൽ ഈ സമയത്ത് ഐസ് വാട്ടർ ഒഴിച്ചു കൊടുത്തോളൂ. ഇനി നമുക്കിതിനെ അരിച്ചതിന് ശേഷം ടേസ്റ്റ് നോക്കിയിട്ട് നമുക്ക് വെള്ളം വേണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. ഞാൻ ഇതിനകത്തേക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഇപ്പോൾ ഇതിനകത്ത് എന്താ പറയുക, മധുരം കറക്റ്റാണ്, എരിവാണ് മുന്നിട്ട് നിൽക്കണം. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തത്. അപ്പോൾ എരിവ് കുറവ് വേണം എന്നുള്ളവർ പച്ചമുളകിൻ്റെ ഇഞ്ചിയുടെ അളവ് കുറച്ചാൽ മതി. പക്ഷേ ഇത് ഈ ഒരു എരിവിൽ തന്നെ കുടിക്കണം, അതാണ് അതിൻ്റെ ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ഇതിനകത്തേക്ക് ഞാനിനിയും എന്താ പറയുക, ഇതിപ്പോൾ നല്ല ഇങ്ങനെ ഒരു കൊഴുപ്പ് പോലെയാണ് കിട്ടിയിരിക്കുന്നത്. ഇത് കുറച്ച് സമയം ഇരുന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിൻ്റെ അടിയിലേക്ക് അതിൻ്റെ ആ ഒരു ചെറിയ തരികൾ ഊറി വരും. അപ്പോൾ അതിനെ ഇങ്ങനെ കുറച്ച് നേരം വച്ചിട്ട് ഊറ്റിയെടുക്കാം. അതല്ല ഇങ്ങനെ തന്നെ കുടിക്കുന്നവർക്ക് ഇങ്ങനെയും കുടിക്കാം. അപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് ഇടാൻ വേണ്ടിയിട്ട് തണുപ്പിന് വേണ്ടിയിട്ട് സബ്ജ സീഡ് ഇവിടെ കുതിർത്ത് വെച്ചിട്ടുണ്ട്. സബ്ജ സീഡ് കുതിർത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതും കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ഇതാ നമ്മുടെ മാംഗോ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പച്ചമാങ്ങ ജ്യൂസ് നല്ല ടേസ്റ്റാണ്. തണുപ്പ് ഇഷ്ടമുള്ളവർ കുറച്ച് തണുപ്പും കൂടി ചേർത്തിട്ട് കഴിക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റി ആവുക. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.